ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഊർജത്തെക്കുറിച്ചിട്ടാണ്. ഇന്നലെ നമ്മുടെ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളിലെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത, ഒരു രാഷ്ട്രത്തിന് മുൻപന്തിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഊർജ മേഖല എന്നറിയപ്പെടുന്ന മേഖല. അപ്പം നമ്മുടെ ഇന്ത്യയിലെ ഊർജ മേഖല എത്രത്തോളമാണ് പുരോഗതി പ്രാപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, ഊർജ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അപ്പം അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് ഏതാണ്? ഊർജമാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഊർജം നിങ്ങൾ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ ഫിസിക്സിലൊക്കെ ഊർജത്തിനെ കുറിച്ചിട്ട് ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫിസിക്സിലൊക്കെ ഊർജത്തിനെ കുറിച്ച് നമ്മളൊരു ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഡെഫിനിഷൻ എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് പറയുന്നത്. അപ്പോൾ ഊർജം എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. പ്രവൃത്തിയെ നമ്മൾ എന്താ ചെയ്യുക? F/W=FH എന്നൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ? എന്തെങ്കിലും ഒരു ബലം പ്രയോഗിക്കുന്നു, വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രവൃത്തി എന്ന് പറയുക. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, അത് ഫിസിക്സ് ആണ്. അപ്പോൾ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഇപ്പം എന്തെങ്കിലും ഒരു പ്രവൃത്തി മനുഷ്യനായിക്കോട്ടെ, ഒരു രാജ്യത്തിനായിക്കോട്ടെ, അതിൻ്റെ പ്രവൃത്തി വളരെ കൃത്യമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഊർജം വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, രാജ്യവികസനത്തിന് ഊർജം അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ രാജ്യം വികസിക്കുന്നതിന് ഊർജം അത്യന്താപേക്ഷിതമാണ്. അതുമാത്രമല്ല, വ്യവസായം, ഗതാഗതം, കാർഷിക മേഖലയ്ക്കും ഉൽപാദന സേവന മേഖലകളുടെ പ്രവർത്തനത്തിനൊക്കെ ഊർജ്ജം അനിവാര്യമാണ് കേട്ടോ. വ്യവസായ മേഖലയുടെ പ്രവർത്തനത്തിന് ഇതിൽ ചെറിയൊരു അക്ഷരത്തെറ്റുണ്ട്. ഗതാഗത മേഖലയുടെ പ്രവർത്തനത്തിന്, കാർഷിക മേഖലകളുടെ പ്രവർത്തനത്തിന്, ഉൽപാദന സേവന മേഖലകളുടെയൊക്കെ പ്രവർത്തനത്തിന് നമുക്ക് എന്താവശ്യമാണെന്നാണ് പറയുന്നത്? ഊർജം അത്യന്താപേക്ഷിതമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എനർജി എന്ന് പറയുന്ന ഈ ഒരു പാർട്ട്, അല്ലെങ്കിൽ എനർജി സോഴ്സ് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിലത്തെ സ്ഥിതി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദിവസം ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് അന്ന് ചോറും കറിയും വെക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാകും അല്ലേ? കാരണം എന്താണ്? ഇലക്ട്രിസിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡെയിലി റുട്ടൈൻ തന്നെ നടക്കുന്നത്. അന്നത്തെ ദിവസം നമ്മൾ വേണമെങ്കിൽ അന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ, ഹോട്ടൽ എക്സ്പെൻഡിച്ചർ അന്ന് കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഹൗസ് ഹോൾഡിൽ അന്ന് കറണ്ട് ഇല്ലെങ്കിൽ ചോറും കറിയും വെക്കാതിരിക്കുന്ന ഒത്തിരി വീടുകളെ നമുക്കറിയുന്നതാണ്. കാരണം നമ്മൾ റിസർച്ച് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഡാറ്റ ആളുകളിൽ നിന്ന് സ്വീകരിച്ച സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്, കറണ്ട് ഇല്ലെങ്കിൽ അന്ന് ഒരു തരത്തിലുള്ള പണികളും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ അവരുടെ ഇക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്ന പൈസ ചിലവാക്കുന്ന കഴിവ്, അല്ലെങ്കിൽ പൈസ ചിലവാക്കുന്ന അന്നത്തെ ദിവസത്തെ പൈസ ചെലവ് എന്ന് പറയുന്നത് മറ്റ് ദിവസങ്ങളിൽ നിന്നും വളരെ ഉയർന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഊർജം എന്തുകൊണ്ടും നമ്മളുടെ നാട്ടിൽ, അല്ലെങ്കിൽ ഊർജം എന്ന് പറയുന്ന ഈ ഒരു സാധനം ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ് ഊർജ മേഖല എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് ഊർജം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഊർജ സ്രോതസ്സുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും 2 തരം ഊർജ സ്രോതസ്സുകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഊർജ സ്രോതസ്സ് അല്ലെങ്കിൽ ഊർജത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് തന്നെ ഊർജ സ്രോതസ്സിനെ അതിൻ്റെ സോഴ്സ് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് 2 സോഴ്സുകൾ കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ സോഴ്സാണ് വാണിജ്യ സ്രോതസ്സ്, രണ്ടാമത്തേതാണ് വാണിജ്യേതര സ്രോതസ്സ്. വാണിജ്യ സ്രോതസ്സ് എന്നറിയപ്പെടുന്നത്
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ സോഴ്സ് ആണ്. എനർജിയുടെ കൊമേഴ്ഷ്യൽ സോഴ്സിനെയാണ് വാണിജ്യ സ്രോതസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വാങ്ങുവാനും വിൽക്കുവാനും കഴിയുന്ന ഊർജ ഉറവിടത്തെയാണ് വാണിജ്യ സ്രോതസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കതിനെ വാങ്ങുവാൻ സാധിക്കും, അതുപോലെ തന്നെ വിൽക്കുവാനും സാധിക്കും. വാങ്ങുവാനും വിൽക്കുവാനും കഴിയുന്ന ഊർജ ഉറവിടത്തെയാണ് വാണിജ്യ സ്രോതസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അതിലേതൊക്കെയാണ് വരുന്നത്? കൽക്കരി വരും, പെട്രോളിയം വരും, വൈദ്യുതി വരും. അത് മാത്രമല്ല വാണിജ്യ സ്രോതസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ജലവൈദ്യുതി ഒഴികെ, ഇതിൽ ജലവൈദ്യുതിയൊക്കെ വരും കേട്ടോ. ജലവൈദ്യുതി ഒഴികെ വാണിജ്യമായി വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കുന്ന ഊർജ്ജ സ്രോതസ്സാണ് വാണിജ്യ സ്രോതസ് എന്ന് പറയുന്നത്. അപ്പം ജലവൈദ്യുതി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വാങ്ങുവാനും വിൽക്കുവാനും പറ്റും അല്ലേ. അതിൽ ജലവൈദ്യുതി ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും എന്താണ്? തീർന്നു പോകുന്ന വാണിജ്യ സ്രോതസ്സുകളാണെന്നാണ് പറയുന്നത്. തീർന്നു പോകുന്ന വാണിജ്യ സ്രോതസ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്താ പറയുക? നോൺ റിന്യൂവബിൾ ആണ് എന്ന് പറയാറുണ്ട്. നോൺ റിന്യൂവബിൾ ആണ്. ഇതൊന്ന് ശ്രദ്ധിച്ച് വെക്കണം. കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് വൺ വേർഡിൽ വാണിജ്യ സ്രോതസ്സുകൾ തീർന്നു പോകാൻ സാധ്യമാകുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്, ശരിയോ തെറ്റോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ വാണിജ്യ സ്രോതസ്സുകൾ തീർന്നു പോകുന്ന ഊർജ്ജ സ്രോതസ്സുകൾ തന്നെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഉത്തരം നൽകാൻ സാധിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വാണിജ്യേതര സ്രോതസ് എന്ന് പറയുന്നത് നോൺ കൊമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് ആണ്. നോൺ കൊമേഴ്ഷ്യൽ അതിലേതൊക്കെയാണ് വരിക? വിറക് അല്ലേ, വിറക്, ജൈവാവശിഷ്ടങ്ങൾ, ഉണങ്ങിയ ചാണകം കൊണ്ട് തീ കത്തിക്കുന്ന ഒത്തിരി അടുക്കളകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ വിറക്, ജൈവാവശിഷ്ടങ്ങൾ, ഉണങ്ങിയ ചാണകം, ഇതൊക്കെയാണ് വാണിജ്യേതര ഊർജ്ജ സ്രോതസ്സുകളായിട്ട് വരുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? റിന്യൂവബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റിന്യൂവബിൾ ആണ്. റിന്യൂവബിൾ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? പുതുക്കാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല ഇത് ഒരിക്കലും എന്ത് ചെയ്യില്ല, തീർന്നു പോവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഊർജ്ജ സ്രോതസ്സുകളെ നമ്മൾ പൊതുവെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് വാണിജ്യ സ്രോതസ്, രണ്ടാമത്തേത് വാണിജ്യേതര സ്രോതസ്. ഓക്കെ, വാങ്ങുവാനും വിൽക്കുവാനും കഴിയുന്ന ഊർജ്ജ ഉറവിടത്തെയാണ് നമ്മൾ എന്ത് പറയുക? വാണിജ്യ സ്രോതസ് എന്ന് പറയുന്നത്. കൽക്കരി, പെട്രോളിയം, വൈദ്യുതി, ഇത് ഓർത്ത് വയ്ക്കണം കേട്ടോ. കൽക്കരി, പെട്രോളിയം, വൈദ്യുതി, ഇതിനെയാണ് നമ്മൾ വാണിജ്യ സ്രോതസ് എന്ന് പറയുക. വിറക്, ജൈവാവശിഷ്ടങ്ങൾ, ഉണങ്ങിയ ചാണകം, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? വാണിജ്യേതര സ്രോതസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നോൺ റിന്യൂവബിൾ ആണ്, മറ്റത് നോൺ റിന്യൂവബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ഭാഗം, നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഇല്ലേ, നമ്മുടെ ഭൂമിയിലുള്ള ഊർജ്ജ സ്രോതസ്സുകളെ സംബന്ധിക്കുന്ന ചിത്രമാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെ ഊർജ്ജ സ്രോതസ്സുകളുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും അല്ലേ. ഇവിടെ എന്താണ് ഈ കാറ്റാടി പോലെ നിൽക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത്? എന്താണ് കാറ്റാടി പോലെ നിൽക്കുന്ന ഈ സാധനമാണ് നമ്മുടെ വിൻഡ് എനർജി എന്ന് പറയുന്ന വിൻഡ് ടർബൈനുകളാണ് ഈ കാണുന്നത്, വിൻഡ് ടർബൈൻസ് അല്ലേ. ഇതുപോലെ കാറ്, പിന്നെ എന്തൊക്കെയാണ് പെട്രോള്, പിന്നെ ഒത്തിരി സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഭൂമിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് സൗരോർജ്ജമൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ പുകക്കുഴൽ കൊടുത്തിരിക്കുന്ന എന്താണ്, വീട്ടിൽ ഇന്ധനം വിറക് കത്തിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒത്തിരി ഊർജ്ജ സ്രോതസ്സുകൾ നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഊർജ്ജ സ്രോതസ്സുകളെ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന തരത്തിൽ നമ്മൾ ഒരു വട്ടം കൂടി നമുക്ക് എന്ത് ചെയ്യണം, തരംതിരിക്കണം. ഒന്ന് പാരമ്പര്യ ഊർജം, രണ്ടാമത് എന്താണ്, ഏതാണ് പാരമ്പര്യ ഊർജം, രണ്ടാമത്തെയാണ് പാരമ്പര്യേതര ഊർജം. പാരമ്പര്യ ഊർജം എന്ന പേരിലും പാരമ്പര്യേതര ഊർജം എന്ന പേരിലും നമ്മൾ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. പാരമ്പര്യ ഊർജത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, നോൺ റിന്യൂവബിൾ ആണ്. ഇത് തീർന്നു പോയി കഴിഞ്ഞാൽ പോയത് തന്നെയാണ്. വൺസ് ഇറ്റ് ഈസ് എൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. തീർന്നു പോയാൽ തീർന്നു പോയി. അത് തന്നെയാണ് നോൺ റിന്യൂവബിൾ ആണ് പാരമ്പര്യ ഊർജ്ജത്തിൻ്റെ പ്രത്യേകത എന്നാണ് പറയുന്നത്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും, അതായത് ഒത്തിരി ഉണ്ടായിരിക്കും. അതൊരിക്കലും എന്ത് ചെയ്യില്ല, തീർന്നു പോകില്ല. നമുക്ക് പുതുക്കാൻ സാധിക്കുന്നതാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, പുതുക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ പുതുക്കാൻ സാധിക്കാത്തവ ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, വൈദ്യുതി, ഇതൊക്കെയാണ് പുതുക്കാൻ സാധിക്കാത്തവ. ഓക്കെ, ദെൻ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് എന്താണ്, എക്കോ ഫ്രണ്ട്ലി ആണ്. ഇവ പ്രകൃതി സൗഹൃദപരമാണ്. അത് മാത്രമല്ല സൗരോർജം, വൈദ്യുതി, ബയോഗ്യാസ്, ബയോമാസ്,
കാറ്റിൽ നിന്നും തിരമാലകളിൽ നിന്നുള്ള എനർജി, വിൻഡ് എനർജിയിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വിൻഡ് എനർജിയിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ തിരമാലകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഊർജ്ജ സ്രോതസ്സിനെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് പാരമ്പര്യ ഊർജം, മറ്റൊന്ന് പാരമ്പര്യേതര ഊർജം. പാരമ്പര്യേതര ഊർജം എന്ന് പറയുന്നത് റിന്യൂവബിൾ ആണ്, പാരമ്പര്യ ഊർജം എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ ആണ്. പാരമ്പര്യേതര ഊർജം പുതുക്കാൻ സാധിക്കുന്നതും പാരമ്പര്യേതര ഊർജം പുതുക്കാൻ സാധിക്കാത്തതുമാണ്. നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വയ്ക്കണം. കാരണം എക്സാമിന് നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി 4 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണിത് കേട്ടോ. ഇത് എന്തായാലും പഠിക്കണം. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തെടുത്ത് എഴുതാൻ സാധിക്കുന്ന സാധനമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇവിടെ ഞാൻ കുറച്ച് ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ്, ന്യൂക്ലിയർ എനർജി, നാച്ചുറൽ ഗ്യാസ്, കോൾ, ഓയിൽ, എനർജി ഓഫ് ഫ്യൂവൽ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓയിൽ എന്ന് പറയുന്നത് പെട്രോളിയം, അതൊക്കെ, പിന്നെ ന്യൂക്ലിയർ ഗ്യാസ് കൊടുത്തിട്ടുണ്ട്, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, കോളുണ്ട്. ഇതെല്ലാം എന്താണ് തീർന്നു പോകുന്ന സാധനങ്ങളാണ് കേട്ടോ. തീർന്നു പോകുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസിന് ഉദാഹരണമാണ്. ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് അല്ലേ. വിൻഡ് എനർജി, സോളാർ പാനൽ, മരം വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു വെച്ചാൽ ഇതൊക്കെ തീർന്നു പോവാത്തതാണ്. ഇത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ, ഈ ഒരു ഡിവിഷൻ എന്തായാലും പഠിച്ചു വയ്ക്കണം. അപ്പോൾ നോൺ റിന്യൂവബിൾ എനർജി ഉണ്ട്, റിന്യൂവബിൾ എനർജി ഉണ്ട്. ഓക്കെ, ഇത് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയൊരു ക്ലാരിറ്റിയുടെ ആവശ്യം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് വാട്ട് ആർ ദ ട്രെൻഡ്സ് ഓഫ് sectoral share in commercial energy consumption. Trends of sectoral shares in commercial energy consumption. നമ്മുടെ വൈദ്യുതി മേഖല, കൊമേഴ്ഷ്യൽ എനർജി, വാണിജ്യ സ്രോതസ്സുകളിൽ നിന്നുള്ള എനർജി ഏതൊക്കെ സെക്ടേഴ്സ് എത്ര എമൗണ്ട് ആണ് ഉപയോഗിക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. ഇതിൽ 1953-54 മുതൽ 2012-13 വരെയുള്ള ഡാറ്റ തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, കൊമേഴ്ഷ്യൽ വാണിജ്യ സ്രോതസ്സുകളുടെ വൈദ്യുതി ഉപയോഗിക്കുന്ന, സ്രോതസ്സിനെ ഉപയോഗമാക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പാർപ്പിട മേഖല, കൃഷി, വ്യവസായം, ഗതാഗതം, മറ്റുള്ളവ അല്ലേ. കൃഷി, വ്യവസായം, ഗതാഗതം, മറ്റുള്ളവ. അപ്പോൾ ഏറെക്കുറെ എല്ലാ സ്രോതസ്സുകളും അല്ലെങ്കിൽ എല്ലാ സെക്ടറുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ 1953-54 പാർപ്പിട മേഖല 10% ഉപയോഗിച്ചിരുന്നത്. 1970-71 ആയപ്പോൾ അത് 12 ഉയർന്നു. 90-91 ആയപ്പോൾ അത് 12 തന്നെ. 2012-13 അത് 22 ഉയർന്നു അല്ലേ. ഇത്രയും കൊമേഴ്ഷ്യൽ എനർജി നമ്മുടെ പാർപ്പിട മേഖല ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കൃഷിയാണെങ്കിലോ 1% അന്ന് ഉപയോഗിച്ചിരുന്നത്. 2012-13 ആയപ്പോൾ അത് 18% ഉയർന്നു ഇല്ലേ. മാറ്റമുണ്ട്, ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കാരണം എന്താ, നമ്മളിപ്പോൾ ഇന്ന് കൃഷിയിൽ ഏറ്റവും കൂടുതലായിട്ട് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപകരണങ്ങൾ വെച്ചിട്ടൊക്കെ നമ്മൾ കൊയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അതൊരു പോസിറ്റീവ് സൈൻ ആണെന്നാണ് പറയുന്നത്. വ്യാവസായിക മേഖല അന്ന് 40% ഉപയോഗിച്ചിരുന്നു, ഇന്ന് എത്രയാണ്? 45%. ഗതാഗത മേഖല 44%, ഇന്ന് അത് 2%. മറ്റുള്ളവ 5%, ഇന്ന് 13%. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സെക്ടറൽ ഷെയർസ് ഓഫ് കൊമേഴ്ഷ്യൽ എനർജി എന്ന് പറയുന്നത് വളരെ എന്ത് ചെയ്യുകയാണ്, ഓരോ ദിവസം കൂടുന്തോറും കൂടി വരികയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എനർജി ഊർജ്ജ മേഖലയിൽ ഒത്തിരി വെല്ലുവിളികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൊമേഴ്ഷ്യൽ എനർജി എന്ന് പറയുന്നത് തീർന്നു പോകുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വെല്ലുവിളികളും ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമുക്ക് അനുഭവിക്കുന്നുണ്ട് അതെല്ലാം. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിൽ പുതിയൊരു ഇന്നോവേഷന്, പുതിയൊരു സാധനത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് പഠിക്കേണ്ടത്, വൈദ്യുതിയെക്കുറിച്ച് പഠിക്കേണ്ടത്. രാജ്യത്തിൻ്റെ ഊർജ്ജ സ്രോതസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈദ്യുതി എന്ന് പറയുന്നത് അല്ലേ. ഇന്ന് വൈദ്യുതി ഇല്ലാത്ത വീടുകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില വീടുകൾ മാത്രമേ ഉള്ളൂ. പ്രാഥമിക ഊർജ്ജ ഉറവിടങ്ങളായ കൽക്കരി, പെട്രോളിയം, ജലം,
അണുശക്തി എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജമാണ് ദ്വിതീയ ഊർജ്ജമാണ്. എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ദ്വിതീയ ഊർജ്ജമാണ് വൈദ്യുതി എന്നാണ് പറയുന്നത് കേട്ടോ. ദ്വിതീയ ഊർജ്ജമാണ്, ഞാനത് സ്ലൈഡിൽ ചേർക്കാൻ വിട്ടുപോയതാണ്. ദ്വിതീയ ഊർജ്ജമാണ് വൈദ്യുതി. ഓക്കെ, പ്രാഥമിക ഊർജ്ജ ഉറവിടങ്ങളായ കൽക്കരി, പെട്രോളിയം, ജലം, അണുശക്തി എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ദ്വിതീയ ഊർജ്ജമാണ് വൈദ്യുതി. ഓക്കെ, നിങ്ങളൊന്ന് നോക്കിക്കേ, വൈദ്യുതി എന്ന് പറയുന്നത് എന്താണ്? ഒരു ദ്വിതീയ ഊർജ്ജമാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, വൈദ്യുതിയിൽ നമ്മുടെ വാണിജ്യ അതായത് നമ്മുടെ കൊമേഴ്ഷ്യൽ സോഴ്സിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് ന്യൂക്ലിയർ മേഖലയിൽ നിന്ന്, ന്യൂക്ലിയർ അണുശക്തി അല്ലേ, ന്യൂക്ലിയർ സെക്ടറിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് 2%. ഓക്കെ, ഇനി തെർമൽ എനർജിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്രയാണ്? 68%. ഇനി ഏതാണ്? ഹൈഡ്രൽ എനർജി നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്രയാണ്? 18%. അതേഴ്സ് 12%. ഇവിടെ ഈ അതേഴ്സിലാണ് നമ്മുടെ സോളാർ പാനലും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ സോളാർ പാനലും കാര്യങ്ങളൊക്കെ അതേഴ്സിൽ ചെയ്ത് അതൊന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. അതുകൊണ്ട് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്? നമ്മുടെ ഇന്ത്യയുടെ എനർജി ബാക്ക്വേർഡ്നെസ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് നോക്കിക്കേ, കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഫിസിക്സ് ഒക്കെ പഠിച്ച ആളുകൾക്ക് അറിയായിരിക്കും. വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, പഠിച്ചതായിരിക്കും. അപ്പോൾ വൈദ്യുതി പോകുന്നതാണ്, കറണ്ട് പോകുന്നതാണ്. അപ്പോൾ ഈ കറണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഡിഫറെൻറ്റ് കൊമേഴ്ഷ്യൽ സോഴ്സസിൽ നിന്ന് ഉണ്ടാക്കുന്ന കറണ്ടിൻ്റെ അളവാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പൈ ഡയഗ്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഈ പൈ ഡയഗ്രത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താണ്? ഊർജ്ജ മേഖലയിൽ നിലനിൽക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് മുഴുവനായി ഗുണഭോക്താവിലേക്ക് എന്ത് ചെയ്യുന്നില്ല? എത്തുന്നില്ല. അതൊരു വെല്ലുവിളിയാണ്. രണ്ടാമത് എന്താ? ഉൽപ്പാദന കേന്ദ്രത്തിൽ തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നതോടൊപ്പം പ്രസരണ നഷ്ടം നേരിടുന്നു. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് തന്നെ ഉൽപ്പാദന കേന്ദ്രത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്, അത് പ്രസരണ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അനുസരണമായി ഊർജ്ജ ഉൽപ്പാദന വളർച്ച സംഭവിക്കുന്നില്ല. സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന വളർച്ചയ്ക്ക് പൂരകമായിട്ട് ഊർജ്ജ ഉൽപ്പാദന രംഗം വളർച്ച കൈവരിക്കുന്നില്ല. ലഭ്യമായ ഊർജ്ജ ഉറവിടങ്ങളെ പരമാവധി ചൂഷണം ചെയ്യുന്നതിൽ നാം വിജയിച്ചിട്ടില്ല. സംസ്ഥാനങ്ങളിലെ വൈദ്യുതി ബോർഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല. അവർ വരുത്തുന്ന നഷ്ടം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വൻ ബാധ്യതയാകുന്നുണ്ട്. അതുമാത്രമല്ല, വൈദ്യുതി വിതരണ പ്രസരണ നഷ്ടം നിലനിൽക്കുന്നു. വൈദ്യുതി മോഷണം ഉണ്ടാകുന്നുണ്ട്. സർക്കാർ സബ്സിഡി എന്നിവ നഷ്ടം വർദ്ധിപ്പിക്കുന്നുണ്ട്. വൈദ്യുതി നിരക്ക് വർധന ജനങ്ങളുടെ അപ്രീതിയിൽ കലാശിക്കുന്നു. അതുപോലെ തന്നെ പവർ കട്ട്, ലോഡ് ഷെഡിങ് എന്നിവ ജനങ്ങളുടെ പ്രതിഷേധം വിളിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. താപവൈദ്യുതിയുടെ ഉൽപ്പാദനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യം ഊർജ്ജ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ തടസ്സമാക്കുന്നു. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നമ്മളുടെ ഊർജ്ജ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്രശ്നങ്ങളല്ല, ഇതൊക്കെ നമ്മൾ നേരിടുന്ന ചലഞ്ചസ് ആണ് കേട്ടോ. ഇതൊരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഇതെല്ലാം നമ്മൾ നേരിടുന്ന ചലഞ്ചസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് നോക്കേണ്ട എന്താ? ഇലക്ട്രിസിറ്റിയെ സേവ് ചെയ്യണം അല്ലേ. ഇലക്ട്രിസിറ്റി കറണ്ട് പോകുന്നുണ്ടെങ്കിൽ ആ കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? സേവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തണം എന്നാണ് പറയുന്നത്. കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിനെ, അല്ലെങ്കിൽ കറണ്ട് ഈ രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സേവ് ചെയ്യാനുള്ള ശ്രമം നടത്തണം. അപ്പോൾ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കറണ്ടിനെ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഊർജ്ജ ഉൽപ്പാദനം കാര്യക്ഷമവും ഫലപ്രദവുമാക്കുന്നതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഒന്ന്, വൈദ്യുതി ബോർഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക. KSEBയുടെ, കേരളത്തിനാണെങ്കിൽ അത് KSEB ആണ്, കേരള ഇലക്ട്രിസിറ്റി ബോർഡാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ്. KSEBയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം. അതുമാത്രമല്ല, വൈദ്യുതി പ്രസരണ വിതരണ നഷ്ടം ഒഴിവാക്കുക. ഊർജ ലാഭം ഉണ്ടാക്കുന്ന ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉപയോഗിക്കുക. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക.
പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് നമ്മൾ മാറണം. പുതുക്കാവുന്ന ഊർജ്ജങ്ങളുടെ ഉൽപ്പാദനത്തിന് ഗവൺമെൻറ് സഹായം നൽകണം. ഇതിൻ്റെയൊക്കെ റൂട്ടിൽ വരേണ്ട ഒരൊറ്റ കാര്യമാണ് നമ്മളെന്താണ് റൂട്ടിൽ വരേണ്ട ഒരൊറ്റ കാര്യമാണ് ഈ മനുഷ്യന്മാരുണ്ടല്ലോ, വലിയ വലിയ മനുഷ്യന്മാരെന്ന് പറയുന്ന ഞാനുൾപ്പെടെ നിങ്ങളുൾപ്പെടെ എല്ലാവരും ഇവരുടെയൊക്കെ എന്ത് ചെയ്യണം, ഇവരുടെ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യണം, അങ്ങ് ചേഞ്ച് ചെയ്യണം. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ കാണുന്നുണ്ടായിരിക്കും അല്ലേ, നമ്മുടെ വീട്ടിൽ എത്ര വട്ടം നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വീട്ടിൽ ഒരു 4 പേരുള്ള വീടാണെങ്കിൽ പോലും ആ 4 പേരിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും ലൈറ്റും ഫാനും ഇട്ടുകൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ലൈറ്റും ഫാനും ഇടുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പിന്നാലെ നടന്ന് നിർത്താൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളിൽ ആരെങ്കിലും ഒരാളൊക്കെ എപ്പോഴും എന്ത് ചെയ്യും, വൈദ്യുതി ഓണാക്കുന്ന ആളുകളുണ്ട്. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിർത്തില്ല, അതുപോലെ തന്നെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിർത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണ്, വൈദ്യുതി നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈദ്യുതി എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ ഈ ഒരു ബൾബുകളും ഫാനുകളും വൈദ്യുതി ഇതിലൊക്കെ കാണുന്ന വൈദ്യുതിയാണ് അല്ലേ. വൈദ്യുതി തൂക്കുകയർ എടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് എന്ത് വേണം, തൂക്കുകയർ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കിയേ പറ്റൂ. ഗാർഹിക യൂണിറ്റിൽ നിന്ന് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ നഷ്ടത്തിൻ്റെ അളവ്, വൈദ്യുതി വെറുതെ പാഴാക്കി ഉണ്ടാക്കുന്ന നഷ്ടത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കിയേ പറ്റൂ. വീട്ടിലുള്ള കുട്ടികൾക്കിടയിൽ ഒരു എനർജി കൺസർവേഷൻ കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ അമ്മമാരായി നിങ്ങൾക്ക് പറ്റണം. അതുപോലെ തന്നെ വളർന്നു വരുന്ന കുട്ടികൾക്കിടയിൽ പറഞ്ഞു കൊടുക്കണം, അനാവശ്യമായിട്ട് എന്ത് ചെയ്യരുത്, വൈദ്യുതി ലൈറ്റും ഫാനും ഇടാൻ പാടില്ല. അനാവശ്യമായിട്ട് വീട്ടിലെ ആൺകുട്ടികൾക്കിടയിലും പെൺകുട്ടികൾക്കിടയിലും ഫ്രിഡ്ജുള്ള വീടുകളിലൊക്കെ കാണുന്ന പൊതുവായ ഒരു സ്വഭാവമാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്ത് ചെയ്യും, ഫ്രിഡ്ജ് തുറന്നു നോക്കും. വരുന്നവരും ഇപ്പോൾ മറ്റേ ഹോം എന്ന് പറയുന്ന സിനിമയിൽ ഒരു സിനിമാ ഡയലോഗ് ഉണ്ടല്ലോ, മഞ്ജു പിള്ള പറയുന്നുണ്ട്, എന്താണ് വരുന്ന ആൾക്കാരൊക്കെ എന്തിനാ വെറുതെ ചെന്നിട്ട് ആ ഫ്രിഡ്ജ് ഓണാക്കുന്നില്ലേ. അത് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാ വീടുകളിലും ഫ്രിഡ്ജുള്ള ഏറെക്കുറെ എല്ലാ വീടുകളിലും ഉള്ള ഒരു പൊതു സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അത് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്ത് നിർത്താൻ. അതായത് ഒരുപാട് തവണ ചെന്ന് ഫ്രിഡ്ജ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ വൈദ്യുതി നഷ്ടമാണ് ഉണ്ടാകുന്നത്, ബില്ല് കൂടും. അതുപോലെ തന്നെ വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നല്ല ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം വൈദ്യുതി ഉപയോഗം അനാവശ്യമായിട്ട് വൈദ്യുതി പാഴാക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ അട്ടപ്പാടിയിൽ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ വൈദ്യുതി എത്താത്ത ഒരുപാട് ഏരിയകളുണ്ട്. അത് അവരുടെ എൻവിയോൺമെൻറ്റൽ പ്രോബ്ലംസ് കാരണമാണ്. അതായത് ജോഗ്രഫിക്കൽ ആൻഡ് എൻവിയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ ആ പ്രദേശത്തിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടൊന്നും വൈദ്യുതി എത്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഉള്ളൊരു പ്രദേശമാണ് അട്ടപ്പാടിയിലെ തുടുക്കി എന്ന് പറയുന്ന സൈലൻറ്റ് വാലിക്കുള്ളിലുള്ള ഒരു ഊര്. ആ ഊരിലേക്ക് വിദൂര ഊരുകളായ തടിക്കുണ്ട്, മുരുകള, കിണറ്റുകര, പാലപ്പട, താഴെ ആനവായ്, കടുകുമണ്ണ അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ 6.2 കോടി രൂപ മുടക്കിക്കൊണ്ട് വൈദ്യുതി എത്തിച്ച ഒരു ചിത്രമാണ്. അപ്പോൾ അതിൽ ഒരു ഊരിലെ ഒരു മൂപ്പത്തി അവർ വൈദ്യുതി ഓണാക്കിക്കൊണ്ട് ലൈറ്റ് വന്നതിൻ്റെ സന്തോഷത്തിൽ ഓണാക്കുന്ന ഒരു ചിത്രവുമായിട്ട് അട്ടപ്പാടി മീഡിയ എന്ന് പറയുന്ന ഒരു ന്യൂസിൽ വന്നതിൻ്റെ ഒരു ചിത്രം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് ഇതെന്തിനാണ് ഞാനിവിടെ ഇട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഒത്തിരി ആളുകൾ വൈദ്യുതി കിട്ടാതെ ഇരുട്ടിലിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക. നമുക്ക് കിട്ടുന്ന സാധനത്തെ നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ഫ്യൂച്ചറിന് ഇതേപോലെ കൊടുക്കേണ്ടതാണ്. അനാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് ഓവറായിട്ട് ഉപയോഗിച്ച് നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കണം. അതിൻ്റെ
കൂടെ തന്നെ നമ്മളിത് കൈമാറാൻ കൂടി ബാധ്യസ്ഥരാണെന്നാണ് പറയുന്നത്. കൈമാറാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പാതയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒത്തിരി സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒത്തിരി ആളുകൾക്ക് ലഭ്യമല്ലാത്ത അടിസ്ഥാന സൗകര്യങ്ങളാണ് എന്ന ബോധം കൂടി നമുക്ക് ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഇന്ത്യയിലെ ഊർജ്ജ മേഖലയെ കുറിച്ചിട്ടാണ്, ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഊർജ്ജം എന്നാൽ എന്ത്, അതുപോലെ തന്നെ ഊർജ്ജത്തിൻ്റെ വാണിജ്യ സ്രോതസ്സുണ്ട്, വാണിജ്യേതര സ്രോതസ്സുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഊർജ്ജ സ്രോതസ്സിനെ പാരമ്പര്യ സ്രോതസ്സെന്നും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പഠിച്ചു. ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് പഠിച്ചു. ഊർജ്ജ മേഖലയിലെ വെല്ലുവിളികൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. വെല്ലുവിളികളൊക്കെ ഷോർട്ട് ടെസ്റ്റ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ, ഇതൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കുക. ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയാൽ മാത്രമേ ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയാൽ മാത്രമേ നമുക്ക് നല്ലൊരു എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കോറിലേറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നോട് ചോദിക്കാവുന്നതാണ്. നിർബന്ധമായും ക്ലാസ് കാണണം കേട്ടോ. കാരണം ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നേരാവണ്ണം വായിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ടെക്സ്റ്റ് ബുക്ക് നേരാവണ്ണം ഒരു വട്ടം മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ ക്ലാസ് കാണേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ചില ഭാഗങ്ങളിൽ ഞാൻ പറയുന്നുണ്ട്, ചില ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ എത്ര മാർക്കിനാണ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി, മാർക്ക് കിട്ടാനുള്ള ആ ഒരു ട്രെൻഡ് വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ട്രെൻഡിനൊപ്പം പോകുന്ന ആളുകളാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും +1 പരീക്ഷയിൽ എക്കണോമിക്സിൽ നല്ല മാർക്ക് കിട്ടണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ് കാണണം. അതുമാത്രമല്ല നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യണം. അടുത്ത ക്ലാസ് ഇനി എന്നാണോ ഓഫ്ലൈനിൽ എക്കണോമിക്സിൻ്റെ ക്ലാസ് ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ എനിക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. നമ്മൾ 3ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നയപരിഷ്കരണ കാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന പേരിൽ ഒരു അസൈൻമെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ അസൈൻമെൻറ്റ് എല്ലാവരും എഴുതിയിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓഫ്ലൈൻ ക്ലാസ് ഇനി എന്നാണോ ഉണ്ടാകുന്നത് അന്നേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. അത് മാത്രമല്ല ഇതുവരെ ഇട്ടിരിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ നിർബന്ധമായും എല്ലാവരും പോയി കാണണം. ഒപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് സാധാരണ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമുക്ക് അന്നത്തെ ക്ലാസ്സിൽ, ഇനി ഓഫ്ലൈനായിട്ട് എന്നാണോ ക്ലാസ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ക്ലാസ് നമുക്ക് ചർച്ച ചെയ്യുക കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായി എന്ന് പറയാൻ കാരണം ഇത് ഒരു 2-3 ക്ലാസ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഇത് ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളത് എനിക്കറിയാം. സമയമില്ലാത്തവരുണ്ടെങ്കിൽ, അത്രയും തിരക്കുകളും ആ സർക്കിൾ ഓഫ് ബിസിയുടെ ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ബിസി കഴിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ഒരു അരമണിക്കൂർ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ് കാണാനുള്ള ഒരു ശ്രമം നിങ്ങളിൽ നിന്നുണ്ടാവണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക്സ് എ ലോട്ട്.